ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിലും നിങ്ങളൊന്നും ചെയ്യൂല. അവര് കുടുംബം എന്ന നിലക്ക് രണ്ട് ചേരിയായി തിരിഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ് പരസ്പരം വാഗ്വാദം നടത്താനല്ല നിങ്ങളെ വിളിച്ചു വരുത്തിയത്. ഈ വിഷയത്തെപ്പറ്റി എന്ത് തീരുമാനം ഞാൻ എടുക്കണമെന്നും അറിയാനല്ല വിളിച്ചു വരുത്തിയത്. പക്ഷേ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം വരുന്നത് വരെ നിങ്ങൾ ക്ഷമയോടെ വർത്തിക്കണം, സഹനത്തോടെ കാത്തു നിൽക്കണം. ഞാൻ കാരണമായിട്ട് നിങ്ങൾ പക്ഷം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് പിണങ്ങരുത്. വലിയ വാക്കേറ്റത്തിന് തുടക്കം കുറിച്ചപ്പോഴേക്ക് എന്നെ തങ്ങളത് തച്ച് കെടുത്തി, മുന്നോട്ട് പോകാൻ സമ്മതിച്ചില്ല. ആ രണ്ട് ഗോത്രക്കാരെയും ഐക്യപ്പെടുത്തി ഇണക്കി ചേർത്ത് കോർത്തുകൊണ്ട് നടന്നത് ഏറ്റവും വലിയൊരു ചർച്ചയായി രാജാക്കന്മാർക്കിടയിൽ. കാരണം ഔസും ഖസ്റജും തമ്മിലടിച്ച കാലത്തുള്ള യുദ്ധങ്ങളും പോരാട്ടങ്ങളും കലഹങ്ങളും വാഗ്വാദങ്ങളും വലിയ ചർച്ചയായിട്ട് തന്നെ ലോകത്ത് നിലനിന്നിരുന്നു. അത് മുഴുവനും അവസാനിപ്പിച്ച് ഒരാള് മറ്റൊരാളെ കാണുമ്പോ നോക്കുകയും മുഖത്തോട് മുഖം നോക്കി പുഞ്ചിരിക്കുകയും കൈകൊടുത്ത് മുസാഫഹത്ത് ചെയ്യുകയും സലാം പറയുകയും വിശേഷങ്ങൾ അന്വേഷിക്കുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒരേ വീട്ടിൽ രണ്ടുപേരും ഒരുമിച്ച് ഉറങ്ങുകയും ഒരേ വീട്ടിൽ രണ്ടുപേരും കയറി താമസിക്കുകയും ഇങ്ങനൊരു വലിയ മാറ്റം കണ്ടപ്പോഴേക്ക് പരിസരത്തുള്ള ആളുകൾ മുഴുവനും ചിന്തിച്ചു, വിശുദ്ധ ഇസ്ലാമിന്റെ സൗന്ദര്യം. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വരുത്തിയ ഏറ്റവും വലിയ വിപ്ലവാത്മകമായ പ്രവർത്തനം ഈ കുടുംബത്തിന്റെ ഐക്യമാണ്. നമ്മളോട് തങ്ങൾ ആവശ്യപ്പെട്ടൊരാവശ്യം അതാണ്, കുടുംബം എന്ന നിലക്കുള്ള സ്നേഹം കാത്തു സൂക്ഷിക്കണം. രണ്ടാമത്തൊരു വിവക്ഷയുള്ളത് എന്റെ കുടുംബക്കാരെ നിങ്ങൾ സ്നേഹിക്കണമെന്നാണ്. അങ്ങനെയും ഒരർത്ഥം ആ ആയത്തിനുണ്ട്, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. കുടുംബം നോക്കുമ്പോ ഏറ്റവും പരിശുദ്ധിയുള്ള കുടുംബം നിങ്ങളുടെ കുടുംബമല്ല, എന്റെ കുടുംബമാണ്. അതുകൊണ്ട് എന്റെ കുടുംബത്തെ നന്നായി വേറിട്ട രീതിയിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. ഇരിക്കട്ടെ, ആദ്യത്തെ തഫ്സീർ അനുസരിച്ച് നമ്മുടെ കുടുംബങ്ങൾക്കിടയിലുള്ള സ്നേഹം നിലനിർത്തണം. ഏറ്റവും അധികം കുടുംബത്തിൽ വിള്ളൽ വരുന്നത് വാക്കുകളെ കൊണ്ടാണ്. വാക്കുകൾ സൂക്ഷിക്കണം, നിയന്ത്രിക്കണം. സൂക്ഷിക്കേണ്ട സ്ഥലങ്ങളിൽ സൂക്ഷിച്ച് സംസാരിക്കണം. നമ്മുടെ വാക്ക് ഒരു കുടുംബം മുറിയാനും തകരാനും കാരണമായേക്കരുത്. നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം. കുടുംബക്കാരുമായി സംസാരിക്കുമ്പോ സംബന്ധിക്കുമ്പോ അവർക്കിടയിലുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ടാകണം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. സുബ്ഹാനല്ലാഹ്, എന്തെങ്കിലും ചില്ലറ പ്രശ്നങ്ങളുടെ മേൽ പിണക്കമുണ്ടായാൽ, അങ്ങനെ ബന്ധം മുറിഞ്ഞുപോയാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ സംബന്ധിച്ച് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചെറിയ നഷ്ടമല്ല, ദുനിയാവിൽ അനുഭവിക്കുന്ന ചെറിയ നഷ്ടമല്ല, ആഖിറത്തിൽ അനുഭവിക്കുന്നതും ചെറിയ നഷ്ടമല്ല, വലിയ നഷ്ടമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും വലിയ എതിർപ്പ് നേരിട്ടത് കുടുംബത്തിൽ നിന്നാണ്. പക്ഷേ ആ കുടുംബക്കാർക്ക് മുഴുവനും അവിടുന്ന് മാപ്പ് നൽകി. ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു ഒരു ദിവസം, ഹൽ അതാ അലൈക യൗമുൻ അശദ്ദ മിൻ ഉഹദ്.